ഈ അടുത്ത് എനിയഗ്രാം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വായിച്ചു. അതിൽ നിന്ന് മനസ്സിലായത് സെൽഫ് അവയർനെസ്, പേഴ്സണൽ ഗ്രോത്ത്, മെയിൻറ്റെയിനിങ് ഗുഡ് റിലേഷൻഷിപ്പ്, ഈ വക കാര്യങ്ങൾക്ക് അത് എനിയഗ്രാം പ്രയോജനപ്പെടും. ഒരു പേഴ്സണാലിറ്റി ടൈപ്പിംഗ് സിസ്റ്റമാണ്. 9 തരത്തിലാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കൂടുതലായിട്ട്? സജിത കൊച്ചിയിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. കുറേ ദിവസമായി ഇത്തരം കുറേ ചോദ്യങ്ങളുണ്ട് സജിതയുടെ. അതിൽ അധികം പ്രസിദ്ധമല്ലാത്തൊരു കാര്യം ആണ് എന്നെഗ്രാം. നമ്മൾ സൈക്കോളജിയൊക്കെ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കാറുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിലെ പ്രേരണകളെ തിരിച്ചറിയാനുള്ള ഒരു കണ്ണാടി, ഒരു പാത്തോളജിയാണ് എനിയാഗ്രാം എന്നുള്ളത്. ഗ്രാം എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രാഫ് എന്നുള്ള അർത്ഥത്തിലാണ്. അതിനെ വിശദമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു മീറ്റർ. അതുകൊണ്ട് എനിയാഗ്രാം പഠിച്ചതുകൊണ്ട് നമ്മളെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഏത് തരത്തിലുള്ള ട്രെയിനിങ്ങിലാണ്, ഏത് തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ പാത്തോളജിയാണ്, മെഡിസിൻ അല്ലല്ലോ. അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇത് പലതരത്തിൽ ചെയ്യാം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ഒരാളാണ്. എനിയാഗ്രാം ഭഗവത്ഗീത വെച്ചിട്ട് എനിക്ക് ചെയ്യാം. എനിയാഗ്രാം ട്രീറ്റ്മെൻറ്റ് സ്പിരിച്വാലിറ്റിയിലാവാം, യോഗയിലാവാം, സൈക്കോളജിക്കലാവാം. എന്താണ് മനുഷ്യരുടെ സ്വഭാവ രീതികളെ അടിസ്ഥാനപരമായി തരംതിരിച്ചറിയാനുള്ള ഒരു മനഃശാസ്ത്ര മാതൃക. ഒരു വ്യക്തി എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെയൊക്കെയാണ് നമ്മൾ അയാളെ അനലൈസ് ചെയ്യേണ്ടത്, എങ്ങനെ നമ്മൾ അദ്ദേഹം പ്രതികരിക്കുന്നതനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെ അനുസരിച്ചിട്ട് നമ്മൾ അവരെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യും. ഇപ്പം ആയുർവേദത്തിൽ വാതപിത്ത കഫം എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ തീരുമാനിക്കുക അദ്ദേഹത്തിന് ഇതാണ് അയാളുടെ ബേസിക് ക്യാരക്ടർ. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജിസ്റ്റിനെ ഒരു കൗൺസിലർക്ക്, കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മീറ്ററാണ്, ഒരു മെഷറാണ് എനിയാഗ്രാം എന്ന് പറയുന്നത്. അതൊരു പാത്തോളജിയാണ്, ഒരു ടെസ്റ്റാണ്. ഞാൻ ആരാണ് എന്ന ചോദ്യങ്ങൾ, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു, ഇതിന് ഉത്തരം നൽകുന്ന ഒരു മാതൃകയാണ് എനിയാഗ്രാം. ഞാൻ ആരാണ് എന്നുള്ള വലിയൊരു ചോദ്യമാണ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു, എന്താണ് അതിൻ്റെ കാരണം, ആ റീസൺ കണ്ടുപിടിക്കണം, പാരാമീറ്റർ കണ്ടുപിടിക്കലാണ്. അത് 9 തരത്തിലാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഒന്ന് റീഫോർമർ, ഇംഗ്ലീഷിൽ റീഫോർമർ, പരിഷ്കർത്താവ് എന്നൊക്കെ പറയും. ഇത് ശരി തെറ്റ്, ഇത് വളരെ ഗാഢമായിട്ട് അയാളുണ്ടാവും. നീതിബോധം, കൃത്യമായിട്ടുള്ള പണിഷ്മെൻറ്റ് സിസ്റ്റംസ് അയാൾക്കറിയാം. എല്ലാ കാര്യവും പൂർണ്ണമായിട്ട് തീർക്കണം, പെർഫെക്ഷനിസ്റ്റ് എന്നൊക്കെ പറയില്ലേ. ഒരു റീഫോർമറാണ് അയാൾ. ഇത് പോരാ, ഇതിനേക്കാളും നന്നാവണം. അത് അയാൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇങ്ങനെ ചെയ്താലും പെർഫെക്റ്റ് ആവുമോ? കാരണം ലോകം അങ്ങനെയാണല്ലോ. അപ്പോൾ എപ്പോഴും ഒരു ഭയമുള്ളൊരു ലോകത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഇതാണ് ഒരു പ്രോബ്ലം. ഈ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് നമ്പർ 1 പരിഷ്കർത്താവ് അല്ലെങ്കിൽ റീഫോർമർ. നമ്പർ 2 എന്ന് പറയുന്നത് സഹായിക്കുന്നൊരു വ്യക്തി, ഒരു ഹെൽപ്പറാണ് അയാൾ. അയാളെന്താ ചെയ്യുക? മറ്റുള്ളവരെ സഹായിക്കാൻ നല്ല ആഗ്രഹമുണ്ട് അയാൾക്ക്. ഇപ്പോൾ സ്നേഹപൂർവ്വം ആയിട്ട് പെരുമാറാൻ, കരുണ, കമ്പാഷൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭയം എന്താണ്? ഞാൻ ചെയ്യുന്നതൊക്കെ പ്രശ്നങ്ങളിലെത്തും, അത് അയാൾക്ക് ഗുണമാകുമോ? കാരണം വളരെ കൺസേൺഡാണ്. ഞാനിപ്പോൾ ചെയ്യുന്ന സഹായം അത് കൃത്യമായിട്ട് ഭരിക്കുമോ, അത് അയാളെങ്ങനെയാണ് ഏറ്റെടുക്കുക? ഞാൻ സഹായമായിട്ടാണ് കരുതുന്നത്, പക്ഷെ അയാൾക്ക് സഹായമായിട്ട് തോന്നുമോ? ഇത്തരത്തിലുണ്ടാവും. ഒരു അച്ചീവർ എന്ന് പറയുന്നത്, നേട്ടം മാത്രം മുന്നിൽ, നേട്ടക്കാരൻ എന്ന് പറയുന്നില്ലേ, മോട്ടിവേഷൻ ആയിട്ട് നല്ല ഹൈ സ്പിരിറ്റോടു കൂടി അംഗീകാരം, വിജയം ഒക്കെ ആവശ്യപ്പെടുന്ന ഒരാൾ. ഇതിന് നല്ല ലക്ഷ്യബോധം ഉണ്ടാവണം, നല്ല പ്രവർത്തനത്തിന് നല്ല കഴിവുണ്ടാവണം, ആക്ഷൻ ഓറിയൻറ്റഡ് ആവണം. ഇതിലുണ്ടാവുന്ന ഭയം, സൈക്കോളജി ആണല്ലോ സബ്ജക്റ്റ്. അപ്പോൾ ഇതിലുണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ അയാൾക്ക് പരാജയത്തെക്കുറിച്ചുള്ള ഭയമായിരിക്കും. അപ്പോൾ ഇങ്ങനെ 9 കാറ്റഗറീസിലാണ് നമ്മൾ കണ്ടുപിടിക്കുക. 3 ഇപ്പായി. 4-മത്തേത്
ഒരു ഒരു ഇൻഡിവിജ്വലിസ്റ്റാണ് അയാൾ. എപ്പോഴും അവനവൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ളൊരു ഒരു ബോധം, ആ വ്യക്തിത്വം എന്ന് പറയുന്നത് വികാരങ്ങളുടെ ഭാഗമായിട്ടും പിന്നെ ഒരു സൃഷ്ടിപരമായിട്ടുള്ള ചിന്തകൾ, എപ്പോഴും അന്വേഷണങ്ങളുടെ ഒരു ആത്മാന്വേഷണങ്ങളുടെ എന്താണ്, ഞാൻ ആരാണ്, എന്താണെന്നൊക്കെയുള്ള. അപ്പോൾ ഇതിന് അദ്ദേഹത്തിൻ്റെ ഭയം എവിടെ ഉണ്ടാവാന്നറിയോ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പം എന്താ കാര്യം? പ്രാക്ടിക്കലി യൂസ്ഫുൾ അല്ലല്ലോ. ഇത് ഒരു തരത്തിലാവണമെന്നില്ല കേട്ടോ. കമ്പൈൻഡ് ആയിട്ടുള്ള ഇതിൻ്റെ എഫക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ വ്യത്യസ്തമായിട്ടുള്ള തോന്നലുകളും പ്രശ്നങ്ങളും ഒക്കെ അയാളുണ്ടാവും. ഈ കാറ്റഗറൈസ്, ഈ വാദവും പിത്തവും കൂടി ചേർന്നിട്ടുള്ള അസുഖം ഉണ്ടാവും, പിത്തവും കഫവും ചേർന്നിട്ടുള്ള അസുഖം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഈ 9 ക്യാരക്ടേഴ്സിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 ഒക്കെ അന്യോന്യം കൂടിക്കലർന്നിട്ടൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൽ വലിയ അപാകതകൾ സംഭവിക്കും. അതാണ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഏറ്റവും വലിയ കഴിവ്. അയാൾ പാത്തോളജി എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് നടത്തുക. 5ാമത്തെ ആൾ അന്വേഷകനാണ്. അയാൾക്ക് അറിവ് വേണം, എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യണം, പിന്നെ എല്ലാത്തിനെക്കുറിച്ചും ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് നിന്നിട്ട് ചിന്തിച്ച് ഇത് ശരിയാണോ തെറ്റാണോ, ഇതെന്തുകൊണ്ടുണ്ടാവുന്നു, ഇത്തരം സംഭവങ്ങളുണ്ട്. അതിലൊരു കുഴപ്പം എന്താ വെച്ചാൽ എത്ര ഡീപ്പറായിട്ട് പോകുന്നു അത്രയും നമുക്ക് അജ്ഞത നമുക്കുണ്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഞാൻ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു ഒരു തോന്നൽ, ഇങ്ങനെയൊന്നും അല്ല ജീവിക്കേണ്ടത് എന്നുള്ളൊരു പ്രശ്നം അയാളിൽ പലപ്പോഴും ഉണ്ടാവും. ഒരു 6ാമത്തെ ടേം എന്ന് പറയുന്നത് വിശ്വസ്തനാണ്. വളരെ ലോയലിസ്റ്റാണ് അയാൾ. ഏറ്റവും വിശ്വാസവും ഭയവും സുരക്ഷയും ഒക്കെയുള്ളൊരു സ്ഥലത്ത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, വളരെ കെയർഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെയാണ് അയാളുടെ ഒരു സ്വഭാവം. ഇതിൽ ഉണ്ടാവുന്നൊരു ഈ ഒരു ഇതിൽ അപകടം എന്താ വെച്ചാൽ, പിന്നെ എപ്പോഴും എൻ്റെ കൂടെ ആരെങ്കിലും ഇല്ലെങ്കിൽ, ഞാൻ സപ്പോർട്ടീവ് അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ലെങ്കിൽ ഞാൻ എന്താവും എന്നുള്ളത്. വിശ്വസ്തന്മാർക്ക് എപ്പോഴും മറ്റേയാൾ എന്നെ വിശ്വസിക്കാതിരുന്നാൽ, മറ്റേയാളുടെ ചിന്തകളിൽ എന്തെങ്കിലും തെറ്റുകൾ എന്നിൽ കണ്ടുപിടിച്ചാൽ എന്താവും എന്നുള്ളൊരു ധാരണ, ഒരു ഭയം പലപ്പോഴും ഉണ്ടാവും. പിന്നെ 7ാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്തൂസിയാസ്റ്റാണ്. വളരെ ആവേശത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി. ആവേശകൻ എന്ന വാക്ക് ഉപയോഗിക്കാം, അറിയില്ല എനിക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്തൂസിയാസ്റ്റാണ്. അതിൽ എപ്പോഴും സന്തോഷം കണ്ടെത്തും, പുതുമ കണ്ടെത്തും, സ്വാതന്ത്ര്യം വേണം, ഏറ്റവും നല്ല ആഘോഷങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യം ഉണ്ടാവുക. അതിലുണ്ടാവുന്ന ഭയം എന്താണെന്നറിയോ? ഇത് നിയന്ത്രിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം. ഇത് തുടർന്ന് പോകുമോ, എപ്പോഴാണിത് നിന്നു പോവുക, ഈ ഒരു ഭയം ഉള്ളിലുണ്ടാവും. പിന്നെ 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ എല്ലാ കാര്യങ്ങളും ചാലഞ്ച് ചെയ്യുന്നൊരു വ്യക്തി, ചാലഞ്ചർ, ശക്തൻ എന്ന് പറയുന്നൊരു വ്യക്തി. ശക്തി, നിയന്ത്രണം, സംരക്ഷണം, നേതൃഗുണം, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇതൊക്കെ ഉണ്ടാവും. ഭയങ്കര ശക്തനാണ് അയാൾ. എന്ത് കാര്യത്തെയും ഡാഷ് എന്ന് പറയുന്നൊരു തോന്നലാണ്. ഭയം എന്ന് പറയുന്നത് എന്നെ ആരെങ്കിലും നിയന്ത്രിക്കുമോ, എൻ്റെ മുകളിൽ ആരെങ്കിലും വരുമോ, ഞാൻ സബോർഡിനേറ്റ് ആയിട്ട് മാറേണ്ടി വരുമോ എന്നുള്ള ഭയം അയാളുടെ പലപ്പോഴും ഉണ്ടാവും. ഇതാണ് അയാളുടെ ഭയം. 9ാമത്തെ ലാസ്റ്റ് ഒരു വളരെ സമാധാനപ്രിയനാണ്. വളരെ പീസ്ഫുള്ളായിട്ടിരിക്കാനാണ് അയാൾക്ക് ആഗ്രഹം. അപ്പം ഈ പീസ്ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് എന്താണ്, സമാധാനം ഉണ്ടാവും. സംഘർഷങ്ങളോടുള്ളൊരു ഭയം, അസഹിഷ്ണുത, എനിക്ക് സംഘർഷം ഇഷ്ടമല്ല, ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ സംഘർഷം കാണുന്ന സമയത്ത് വല്ലാത്ത പ്രശ്നം, അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, എങ്ങനെ അത് ഒഴിവാക്കാമെന്ന് ശ്രമിച്ചു നോക്കും. അപ്പോൾ പലപ്പോഴും നമ്മളും ബാക്കിയുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ സംഘർഷം ഉണ്ടാവുമോ എന്നുള്ള ഭയം കൊണ്ട് സൈലൻ്റായിരുന്നിട്ട് ഭയമുണ്ടാക്കി ബന്ധം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ ജീവിക്കുന്ന കുറേ ആൾക്കാർ. ഈ തരത്തിലുള്ള 9 എന്നിയാഗ്രാം എന്ന് പറയുന്ന മെഷർമെൻറ്റ് എന്തിനുപയോഗിക്കും? സ്വയം മനസ്സിലാക്കാൻ, ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ, സംഘർഷങ്ങളില്ലാതെ ജീവിക്കാൻ, നേതൃപാടവത്തിലേക്ക് മാറുമ്പോൾ ആ ഭയം ഒഴിവാക്കാൻ, ഒരു സെൽഫ് അവെയർനെസ്സിന് ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു മീറ്ററായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. പക്ഷേ ആ സൈക്കോളജിക്കലി ബാലൻസ്ഡ് ആയിട്ടുള്ള സമയത്ത് മാത്രമേ ഇതിനങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക്, ഒരു സൈക്കോളജിസ്റ്റ് ഒരു പേഷ്യൻറ്റിനെ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോൾ അവരെ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തഡോളജികളാണ് നമ്മളീ പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും വളരെ ഗുണപരമായിട്ട് മാറ്റാൻ പറ്റുന്നതും ഇതിനുള്ള സൊല്യൂഷൻസ് ഭഗവത്ഗീതയിലുള്ള എക്സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട് ഒന്ന് തപ്പി കണ്ടുപിടിച്ചിട്ട്
നോക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറയാം. ഇത്രയും മതി തൽക്കാലം. നമസ്കാരം, നന്ദി. നല്ല ചോദ്യം, ഇത്തരം നല്ല ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ സഹായിക്കുക. നന്ദി സജിത, താങ്ക് യു സോ മച്ച്.